ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർക്കുള്ള യാത്രാ നിരക്ക് നിശ്ചയിച്ചു. കരിപ്പൂർ വഴി ഹജ്ജ് യാത്രയ്ക്ക് പോകുന്നവർ കേരളത്തിലെ മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് പോകുന്നവരെക്കാൾ 35,000 രൂപ അധികം നൽകണം. 10,000-ലധികം തീർത്ഥാടകർക്കാണ് ഈ അധിക തുക നൽകേണ്ടി വരിക. ഹജ്ജ് യാത്രാ നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം കരിപ്പൂർ വഴി പോകുന്നവർ നൽകേണ്ടത് 3,73,000 രൂപയാണ്. കൊച്ചി വഴി പോകുന്നവർ 3,37,100 രൂപയും കണ്ണൂർ വഴി പോകുന്നവർ 3,38,000 രൂപയുമാണ് നൽകേണ്ടത്. കരിപ്പൂർ വഴി പോകുന്നവർ മറ്റുള്ളവരെക്കാൾ അധികമായി നൽകേണ്ടത് 35,000 രൂപ. വിമാന നിരക്കിലെ വ്യത്യാസമാണ് ഈ വർധനവിന് കാരണം. കരിപ്പൂരിൽ നിന്നും പോകുന്ന ഹജ്ജ് യാത്രകളിൽ നിന്ന് മാത്രം ഈ അമിത നിരക്ക് ഈടാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. തുടർന്ന് 40,000 രൂപയോളം വിമാന നിരക്കിൽ ഇളവ് വരുത്താൻ എയർ ഇന്ത്യ തയ്യാറായി. എന്നാൽ അതിനുശേഷവും 35,000 രൂപ അധികമായി നൽകേണ്ട സാഹചര്യമാണ് ഇപ്പോഴും തുടരുന്നത്. ഇതിനെതിരെയും പ്രതിഷേധം ഉയരുകയാണ്. കേരളത്തിൽ നിന്നും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിച്ച 17,785 പേരിൽ 10,250 പേരും ഹജ്ജ് യാത്രയ്ക്കായി തെരഞ്ഞെടുത്തത് കരിപ്പൂരാണ്. എന്നാൽ അധിക ബാധ്യത വന്നതോടെ എംബാർക്കേഷൻ പോയിന്റ് മാറ്റുന്നതിനായി തീർത്ഥാടകർ കൂട്ടമായി അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. ഹജ്ജ് യാത്രാ നിരക്ക് ഏകീകരിക്കുകയോ അതല്ലെങ്കിൽ എംബാർക്കേഷൻ പോയിന്റ് മാറ്റാനുള്ള അവസരമോ നൽകണമെന്നാണ് തീർത്ഥാടകരുടെ ആവശ്യം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.